Good morning dear children. Residential status of ഇൻഡിവിജ്വലിനെ തിയറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. മിസ്റ്റർ റഹീം, an Indian citizen employed in Kuwait, has interest income of 20 lakh in India. He gives the following details about his stay in India. മിസ്റ്റർ റഹീം എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സിറ്റിസൺ, ഒരു ഇൻഡിവിജ്വലാണ്. അയാൾ വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലാണ്. അയാളുടെ ഇൻകം എന്ന് പറയുന്നത് 20 ലക്ഷമാണ്. ഇന്ത്യയിൽ നിന്നാണ് 20 ലക്ഷം രൂപ അയാൾക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ അയാൾ ഇന്ത്യയിൽ എത്ര ദിവസം താമസിച്ചിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. 2020-21 50 ഡേയ്സ്, അതായത് പ്രീവിയസ് ഇയറിൽ 50 ഡേയ്സ്. 2019-20 200 ഡേയ്സ്, 18-19 300 ഡേയ്സ്, 17-18 250 days, 16-17 100 days, 15-16 50 days, and 14-15 100 days. 2013-14 10 days, 2012-13 60 days, 2011-12 50 days, and 2010-11 150 days. ഒരു 10 വർഷത്തേക്കുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് 2 ക്വസ്റ്റ്യൻസ് താഴെ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കേസ്, determine the residential status of Mr. Rahim for the year 2020-21. His income abroad is not subject to income tax. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മിസ്റ്റർ റഹീമിൻ്റെ പ്രീവിയസ് ഇയറിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണാം. അയാളുടെ ഇൻകം മറ്റൊരു സ്ഥലത്തും ടാക്സ് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദി സെക്കൻഡ് കേസ് എന്താണ്? വാട്ട് വിൽ ബി യുവർ ആൻസർ ഇഫ് ഹി ഈസ് എ ഫോറിൻ സിറ്റിസൺ? ഫോറിൻ സിറ്റിസൺ ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? ബട്ട് ഹിസ് പാരൻസ് വർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. അയാളുടെ പാരൻസ് ഇന്ത്യൻ ഒറിജിൻ ആണ്, പക്ഷേ അയാൾ ഫോറിൻ സിറ്റിസൺ ആണ്. ഓക്കെ, അപ്പോൾ 2 കേസിലും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താണ്? അയാളുടെ ഇന്ത്യൻ സിറ്റിസൺ ആണ്. രണ്ടാമത്തെ കേസിൽ ഫോറിൻ സിറ്റിസൺ ആണെങ്കിൽ വാട്ട് വിൽ ബി ദി ആൻസർ? എന്തായിരിക്കും അതിൻ്റെ ആൻസർ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മിസ്റ്റർ റഹീമിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ 2 കേസുകളാണ് പറയുന്നത് അല്ലേ. കേസ് നമ്പർ 1 പറയുന്നു അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. അയാളുടെ ഇൻകം എന്ന് പറയുന്നത് ഇന്ത്യൻ സോഴ്സിൽ നിന്ന് 20 ലക്ഷമാണ് അയാളുടെ ഇൻകം. അതേപോലെ തന്നെ മറ്റ് കൺട്രികളിലൊന്നും അയാൾ ടാക്സ് പേ ഔട്ട് ചെയ്തിട്ടില്ല എന്നാണ് ക്വസ്റ്റ്യനിൽ തരുന്നത്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാണ്? 2020-21 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ അയാൾ ഇന്ത്യയിൽ എത്ര ദിവസമാണുള്ളത്? 50 ഡേയ്സ് ആണുള്ളത്. അപ്പോൾ ബേസിക് കണ്ടീഷൻസ് നിങ്ങൾ നോക്കുക. ആദ്യത്തെ ബേസിക് കണ്ടീഷൻ എന്താണ്? 182 ഡേയ്സ് വേണം അല്ലേ. പ്രീവിയസ് ഇയറിൽ ആ 182 ഡേയ്സ് അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എടുത്ത് നോക്കൂ. 60 ഡേയ്സ് വേണം അല്ലേ. വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ ആണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കണ്ടീഷൻ 60 ഡേയ്സ് ആണ്, അതും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പൊ നോർമൽ കേസിൽ അയാളെ ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു പേഴ്സൺ ആണ്. പക്ഷേ നമ്മൾ പുതിയ അമെൻമെന്റ് പ്രകാരം ഡീംഡ് റെസിഡന്റ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പഠിച്ചു അല്ലെ. ഡീംഡ് റെസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? അയാള് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അല്ലെ. ദെൻ ഇന്ത്യൻ സോഴ്സിൽ നിന്ന് 20 ലക്ഷം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. 20 ലക്ഷം അയാൾക്ക് ഇന്ത്യൻ സോഴ്സിൽ നിന്ന് ഇൻകം ഉണ്ട്. അതേപോലെ തന്നെ അയാൾ മറ്റൊരു സ്ഥലത്തും എന്ത് ചെയ്തിട്ടില്ല? ടാക്സ് പേ ചെയ്തിട്ടില്ല. അതാണ് കേസ് നമ്പർ 1 പറയുന്നത്. അപ്പൊ നോർമൽ കേസിൽ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അയാൾ 182 ഡേയ്സ് പ്രീവിയസ് ഇയറിലില്ല, 60 ഡേയ്സും പ്രീവിയസ് ഇയറിലില്ല. ഓക്കെ, പക്ഷേ 2021-22 അമെൻമെന്റ് പ്രകാരം 21-22 അസസ്മെന്റ് ഇയർ പ്രകാരം പുതിയൊരു ടേം നമ്മൾ പഠിച്ചു. അതാണ് ടേം എന്ത്? ഡീംഡ് റെസിഡന്റ്. പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഡീംഡ് റെസിഡന്റ് എന്ന് പറയുന്ന ടേം പഠിച്ചു. ഇതിന് 3 കണ്ടീഷൻസ് ഉണ്ട് അല്ലെ. 3 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് 3 കണ്ടീഷൻസ് എന്ന് പറയുന്നത്? ഒന്ന്, ആ പേഴ്സൺ എന്ന് പറയുന്ന ആരായിരിക്കണം? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ആൻഡ് ഹാവിംഗ് ഇൻകം, ടോട്ടൽ ഇൻകം ഫ്രം ഇന്ത്യൻ സോഴ്സ്. ഇന്ത്യൻ സോഴ്സിൽ നിന്ന് മോർ ദാൻ 15 lakh, 15 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം കിട്ടണം. ഇവിടെ അയാൾക്ക് എത്ര ലക്ഷം ഉണ്ട്? 20 ലക്ഷമാണ് അയാളുടെ ഇൻകം. 15 ലക്ഷത്തിൽ കൂടുതലാണ്. അപ്പോൾ അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് നോട്ട് ലയബിൾ ടു ടാക്സ് ഇൻ അബ്രോഡ്. അബ്രോഡിൽ അയാൾ ടാക്സ് ചെയ്തിട്ടില്ല, അതും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഇയാളെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഡീംഡ് റെസിഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സോ according to 2000 assessment year 2021-22 and there is an amendment അല്ലേ? അമെൻമെൻറ്റ് അവിടെ വരുന്നുണ്ട്. എന്താണ് ആ അമെൻമെൻറ്റ് പറയുന്നത്? ഡീംഡ് റെസിഡൻറ്റ്. എപ്പോഴാണ് ഡീംഡ് റെസിഡൻറ്റ് എന്ന് പറയുന്നത്? ഇഫ് ഹി സാറ്റിസ്ഫൈങ് 3 conditions. 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ അയാളെ നമ്മൾ ഡീംഡ് റെസിഡൻറ്റ് എന്ന് പറയും. സോ ഹി ഈസ് സാറ്റിസ്ഫൈങ് ഡീംഡ് റെസിഡൻറ്റിൻ്റെ 3 കണ്ടീഷനും അയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡീംഡ് റെസിഡൻറ്റ് ആണെങ്കിൽ അയാളെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്? നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. സോ ഈ അസസ്മെൻറ്റ് ഇയർ 2021-22 പ്രകാരം 3 കണ്ടീഷൻസും അയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് മിസ്റ്റർ റഹീം എന്ന് പറയുന്ന ആള് ഈസ് എ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് അല്ലേ? നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. അപ്പോൾ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടും ഡീംഡ് റെസിഡൻറ്റ് ആയതുകൊണ്ടും അയാളെ മിസ്റ്റർ റഹീം എന്ന് പറയുന്ന ആൾ ആരാണ്? NOR ആണ് അല്ലേ? ഡീംഡ് റെസിഡൻറ്റ് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്താണ് പറയുന്നത്? രണ്ടാമത്തെ കേസ് നമ്പർ 2. കേസ് നമ്പർ 2 എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? വാട്ട് വിൽ ബി യുവർ ആൻസർ ഇഫ് ഹി ഈസ് എ ഫോറിൻ സിറ്റിസൺ ബട്ട് ഹിസ് പാരൻസ് വർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ? അപ്പോൾ ഈ പറയുന്ന പേഴ്സൺ ഫോറിൻ സിറ്റിസൺ ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്യണം നിങ്ങൾ. മിസ്റ്റർ റഹീം എന്ന് പറയുന്ന ആള് എന്താണ്? ഫോറിൻ സിറ്റിസൺ ആണ്. ഓക്കെ, ഫോറിൻ സിറ്റിസൺ ആണ്. അപ്പോൾ ഫോറിൻ സിറ്റിസൺ ആയതുകൊണ്ടും ഇന്ത്യൻ ഒറിജിൻ അവിടെ വരുന്നതല്ല അല്ലേ? ഫോറിൻ സിറ്റിസൺ ആണെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം, ഡീംഡ് റെസിഡൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇന്ത്യൻ സിറ്റിസൺ ആവണമെന്ന് ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇയാൾ ആരാണ്? ഫോറിൻ സിറ്റിസൺ ആണ്. അയാൾക്ക് 20 ലക്ഷം രൂപ ഇന്ത്യൻ ഇൻകം കിട്ടുന്നുണ്ടാവാം, മറ്റ് സ്ഥലങ്ങളിൽ ടാക്സ് അടയ്ക്കുന്നുണ്ടാവില്ല. പക്ഷെ അയാൾ ആരാണ്? ഫോറിൻ സിറ്റിസൺ ആണ്. ഫോറിൻ സിറ്റിസൺ ആയതുകൊണ്ട് ഡീംഡ് റെസിഡൻറ്റ് അല്ല. ഓക്കെ, അപ്പോൾ എന്ത് നമുക്ക് എഴുതാം? ഹി ഈസ് നോട്ട് ഡീംഡ് റെസിഡൻറ്റ്. ആരല്ല അയാൾ? ഡീംഡ് റെസിഡൻറ്റ് അല്ല. എന്തുകൊണ്ടാണ് ഡീംഡ് റെസിഡൻറ്റ് അല്ലാത്തത്? അയാൾ ഫോറിൻ സിറ്റിസൺ ആയതുകൊണ്ട് 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ഡീംഡ് റെസിഡൻറ്റ് അല്ല. അപ്പോൾ ഇയാൾ ഇവിടെ ഫോറിൻ സിറ്റിസൺ ആയതുകൊണ്ട് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല? ഡീംഡ് റെസിഡൻറ്റ് എന്ന് പറയുന്ന ഒരു കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി നമുക്ക് നോർമൽ കണ്ടീഷനിലേക്ക് വരാം. നോർമൽ കണ്ടീഷനിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. പ്രീവിയസ് ഇയറിൽ അയാൾ 182 ഡേയ്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഉണ്ടോ? അതുമില്ല അല്ല. അപ്പോൾ ബേസിക് കണ്ടീഷൻസേ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ മിസ്റ്റർ റഹീമിനെ നമുക്ക് എന്ത് വിളിക്കാം? ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തവരെ നോൺ റെസിഡൻറ്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ മിസ്റ്റർ റഹീം എന്ന് പറയുന്നത് നോട്ട് സാറ്റിസ്ഫൈങ് any one of the basic condition, അല്ലെങ്കിൽ one of the basic condition. So he is non-resident. അപ്പോൾ രണ്ടാമത്തെ കേസിൽ എന്താണ് പറയുന്നത്? കേസ് നമ്പർ 2 മിസ്റ്റർ റഹീം എന്ന് പറയുന്ന ആള് ആദ്യം നിങ്ങൾ നോക്കുക ഡീംഡ് റെസിഡൻറ്റ് ആണോ എന്നുള്ളത്. ഡീംഡ് റെസിഡൻറ്റ് അല്ല, കാരണം ഇയാൾ ഫോറിൻ സിറ്റിസൺ ആണ്. ഫോറിൻ സിറ്റിസൺ ആയതുകൊണ്ട് അയാൾ ഡീംഡ് റെസിഡൻറ്റ് അല്ല. രണ്ടാമത് നമ്മൾ നോർമൽ കണ്ടീഷൻസ് നോക്കുക. എന്താ നോർമൽ കണ്ടീഷൻ? പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഉണ്ടോ? ഇല്ല, അയാൾ ഓൺലി 50 ഡേയ്സ് അവിടെ ഉള്ളൂ. അപ്പോൾ അടുത്ത കണ്ടീഷൻ നോക്കുക. ബേസിക് കണ്ടീഷൻ്റെ നെക്സ്റ്റ് കണ്ടീഷൻ എന്താ? പ്രീവിയസ് ഇയറിൽ 60 ദിവസം വേണമെന്നാണ്. അതും അയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ബേസിക് കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അയാളെ എന്ത് വിളിക്കാം? നോൺ റെസിഡൻറ്റ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് വൈസ് ആയിരിക്കും തരുന്നുണ്ടാവും. അപ്പോൾ ഡേറ്റ് വൈസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും?
ഓരോ മാസം എത്ര ദിവസം അയാൾ ഇന്ത്യയിലുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം 2 കേസാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഫസ്റ്റ് കേസിൽ അയാൾ ഡീംഡ് റെസിഡന്റ് ആയതുകൊണ്ട് നമുക്ക് അയാളെ നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ കേസിൽ എന്താ പറയുന്നത്, അയാൾ നോൺ റെസിഡന്റ് ആണ്, ബിക്കോസ് ഹിസ് നോട്ട് സാറ്റിസ്ഫൈങ് ബേസിക് കണ്ടീഷൻ. അയാൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ആൻഡ് ഓൾസോ ഹി ഈസ് എ ഫോറിൻ സിറ്റിസൺ. അയാൾ ആരായിട്ടാണ് വരുന്നത്, ഫോറിൻ സിറ്റിസൺ ആയതുകൊണ്ട് ഹി ഈസ് നോട്ട് എ ഡീംഡ് റെസിഡന്റ്. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. സിമ്പിൾ പ്രോബ്ലം ആണ്. ഇനി നമുക്ക് കുറച്ചും കൂടി മറ്റു പ്രോബ്ലങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കറക്റ്റായിട്ട് ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു.